നമ്മൾ ഇൻസ്റ്റയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് വെജിറ്റബിൾസ് കാണിക്കാനാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഉപകാരം ഉണ്ടാവും. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ വീട്ടിൽ കുറച്ച് പച്ചക്കറികളായിട്ടൊന്നും എല്ലാവർക്കും വാങ്ങാൻ പോകാനോ അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ ആളുകളില്ലാത്തവർക്കൊക്കെ ടൈം ഉണ്ടാവില്ല. നോക്കൂ, സ്പ്രിംഗ് ഓണിയനാണ്. നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നണത് ഒരു 20 രൂപ ഒറ്റ വന്നിട്ടുള്ളൂ. കണ്ടോ, ഒരു ബഞ്ചാണത് കിട്ടിയിട്ടുള്ളത്. കണ്ടോ എത്രത്തോളം ഉണ്ട്. ഇത് ഇങ്ങനെ ഞാൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാനിതെടുത്ത് കഴുകി ടിഷ്യൂ പേപ്പറിൽ വെച്ച് ഉണക്കും. അതായത് ഇങ്ങനെ ടിഷ്യൂ പേപ്പറിൽ വെച്ച് വലിഞ്ഞു കഴിയില്ലേ. അപ്പോൾ ഇതിങ്ങനെ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ബൾബുകളൊക്കെ എടുക്കൂട്ടോ, അതൊന്നും കളയില്ല. അത് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് ഞാനൊരു ബോക്സിൽ ടിഷ്യൂ വെച്ച് അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടതിന് ശേഷം അത് കട്ട് ചെയ്ത് അത് അടച്ചു വെക്കും. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുകയാണ് ചെയ്യുക. എനിക്ക് ഒരാഴ്ചയൊക്കെ നല്ലോണം നിൽക്കാറുണ്ട് കേട്ടോ അത്. ഇത് സാലറി ഒക്കെ അങ്ങനെ തന്നെയാണ്. നമുക്കല്ലാണ്ട് നമുക്ക് എപ്പോഴും കടയിൽ പോയി വാങ്ങാൻ കിട്ടണത്. ഞങ്ങളുടെ അടുത്ത കടകളിലൊന്നും ഉണ്ടാവില്ല അത്. അപ്പം നമുക്ക് പോകണമെങ്കിൽ കുറച്ച് പോകാനുണ്ട്. അപ്പം അതുകൊണ്ട് ചെയ്യണതാണ്. അപ്പം ഇങ്ങനെ ഒരു ബഞ്ച് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചത് ക്യാരറ്റ്, ഊട്ടി ക്യാരറ്റാണ്. ഇവരുടെ ക്യാരറ്റ് നല്ലതാണ്. നമ്മൾ ഇപ്പോൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 കിലോ വാങ്ങിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലത്തൊക്കെ ഇങ്ങനെ ഓരോ കുട്ടുണ്ടാവും. അപ്പോൾ രാവിലെ തന്നെ ആകുമ്പോഴത്തേക്കും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ കളറൊക്കെ മാറി അതിൻ്റെ ഉള്ളിൽ അഴുക്ക് വന്നിട്ടുണ്ടാവും. കേടായി നമുക്കത് കളയേണ്ട അവസ്ഥയാണ്. പക്ഷെ ഇങ്ങനെ വാങ്ങുകയാണെങ്കിൽ നല്ല ഫ്രഷ് ക്യാരറ്റ് ചെയ്തപ്പോൾ ഇതിന് ഞങ്ങൾ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഞങ്ങൾ കഴിക്കാനായിട്ട് എടുത്തു. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെ റോ ആയിട്ട് കഴിച്ച് തന്നെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതാണ്ട ഞങ്ങൾ കടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ എടുത്തു. ഇതൊരു 1/2 കിലോൻ്റെ ആയിരുന്നു. ഇതിനും വലിയ റേറ്റ് എന്ന് പറയാനൊന്നും ആയിട്ടില്ല. പിന്നെ വാങ്ങിച്ചത് അത് ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പാസ്ത ഉണ്ടാക്കണം. പാസ്ത ഉണ്ടാക്കാനായിട്ട് ഒറ്റ വെജിറ്റബിൾസ് ഇല്ല. അപ്പോൾ അത് കാരണം വാങ്ങിക്കാൻ വിട്ടതാണ്. ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇത് ക്യാപ്സിക്കാണ്. 2 ക്യാപ്സിക്കം അത്യാവശ്യം നല്ല വലിയ ക്യാപ്സിക്കാണ്. 40 രൂപ 45 രൂപയായിട്ട് ആയിട്ടുള്ളൂ. ഇത് തന്നെ ഫ്രഷ് ആയിരിക്കും. നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇങ്ങനെ വാടിക്കുറഞ്ഞ് നമ്മൾ പിന്നെ എടുത്തു നാളെ ഉപയോഗിക്കുമ്പോഴത്തേക്കും കേടായി പോകും. അങ്ങനെ പ്രശ്നം ഇൻസ്റ്റയിൽ നിന്ന് വാങ്ങുന്ന ഒരു പച്ചക്കറിക്കും ഇല്ല കേട്ടോ. പിന്നെ ഇത് ബീൻസാണ്. ഇങ്ങനത്തെ കളർ ബീൻസാണ്. ഇതിലിങ്ങനെ നല്ല ഇങ്ങനെ മൂത്തതൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ പാസ്ത ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസ് ആവശ്യമാണല്ലോ ഇവർ. എന്നാലേ കഴിക്കുള്ളൂ വെജിറ്റബിൾസ്. അല്ലെങ്കിൽ ഇവർ ഭയങ്കര കുറവാണ് വെജിറ്റബിൾസ് കഴിക്കൽ. ഇത് 250 ഗ്രാംസ് ആണുള്ളത്. 43 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷെ നല്ലതാണ് കേട്ടോ. ഇതുപോലെയൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് വീട്ടിൽ എന്തെങ്കിലും പുലാവോ എന്തെങ്കിലും ഉണ്ടാക്കണം നേരത്തെ പിന്നെ നമുക്ക് അന്വേഷിച്ച് പോകേണ്ട ആവശ്യം വരില്ല. ഇത് വെറുതെ ഇഞ്ചി വാങ്ങിച്ചു. ഇഞ്ചി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇഞ്ചി അതൊക്കെ കുറവാണ്. 20 രൂപ 22 രൂപയ്ക്കേ ഉള്ളൂ. നല്ല ഫ്രഷ് ആയിരിക്കും. ഇഞ്ചിയുമ്പോൾ കുറേ പൊടിയോ മണ്ണോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കക്ക ഇഞ്ചി ആയിരിക്കും. നല്ല മൂത്ത് നല്ല സ്മെല്ലോട് കൂടിയുള്ള നല്ല നാടൻ ഇഞ്ചി ആയിരിക്കും കേട്ടോ കിട്ടാം. പിന്നെ എന്താ, ഇത് ഒണിയൻ വാങ്ങിച്ചതാണ്. അത് നോർമൽ റേറ്റ് ആണ്. 25 ഒറ്റ വരുന്നത്. വേണ്ടോ, ക്യാരറ്റ് ഞാൻ പറഞ്ഞില്ലേ, ക്യാരറ്റ് അത്ര ഫ്രഷ് ആയിരിക്കും. നമുക്ക് അത് ആ ഒരു ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും നല്ലതായിരിക്കും. നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ അറിയാം അത്ര ഫ്രഷാണ് ഈ സാധനം. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അങ്ങനെയല്ല ഇരിക്കുക. പിന്നെ ഇത് എന്താണെന്ന് അറിയില്ല. ഇത് ഫസ്റ്റ് ട്രൈ ആണ് ഞാൻ ചെയ്യണത്. ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഇത് ബീട്രൂട്ടാണ് സാധനം. പക്ഷെ ബീട്രൂട്ടിന് നമ്മുടെ ബീട്രൂട്ടിൽ നിന്ന് വിട്ടിട്ട് ഒരു കളർ വ്യത്യാസമുണ്ട്. അതായത് നല്ല ബീട്രൂട്ട് കളറായിട്ടിരിക്കണേ. അവർ പറഞ്ഞിട്ടുള്ളതിൽ വെച്ചിട്ട് സ്വീറ്റ് ആയിരിക്കും, പിന്നെ നല്ല കളർ ഉണ്ടാവും എന്നാണ് അവരുടെ ഇതിൽ വായിച്ചത് ഞാൻ. അപ്പം അതിനനുസരിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. 1/2 കിലോന് ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ ഒരു ദിവസം വെച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയാം കേട്ടോ. എനിക്കറിയില്ല അതെങ്ങനെയായിരിക്കുമെന്ന്. നമ്മൾ ആദ്യമായിട്ട് വാങ്ങണോണ്ടാണ്. ഇത് ക്യാബേജാണ്. വളരെ ചെറിയൊരു ക്യാബേജ്. ഞങ്ങളുടെ വീട്ടിലേക്ക് ഇത് ധാരാളം 2 പ്രാവശ്യം യൂസ് ചെയ്യാനുള്ളതുണ്ടാവും. ക്യാബേജ് ഇതുപോലൊക്കെ തന്നെയാണ്. നല്ല നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുക. വാടിക്കൊഴിഞ്ഞൊന്നും ആയിരിക്കില്ല. പിന്നെ ഇത് വാങ്ങിച്ചത് ലെറ്റ്യൂസാണ്. ഇത് വളരെ ചെറുതാണ്. പക്ഷേ എനിക്കിപ്പോൾ ഇത് മതി. കാരണം ഓരോ ലീഫൊക്കെ എടുക്കുള്ളൂ ഒരു ദിവസം. എനിക്ക് ഇങ്ങനെ കിട്ടിയാലാണ് ലാഭം. വലിയ ലീഫ് വാങ്ങിച്ച് ഞാൻ വലിയ ഷോപ്പിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്കത് ബാലൻസ് വന്നാൽ വേസ്റ്റായി പോകും. പക്ഷെ ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലഡിൻ്റെ ഉള്ളിൽ കഴിക്കുമ്പോൾ ഇത് അങ്ങനെ കഴിച്ചു പോയിക്കോളും. പിന്നെ വാങ്ങിച്ചത് എന്താണ്, ഇതൊന്നുമില്ല. കുറച്ച് പച്ചമുളക് വാങ്ങിച്ചതാ. വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാ. പച്ചമുളകാണ്. കുഴപ്പമില്ല, നല്ലതായിരിക്കും. കണ്ടോ, നല്ല ഫ്രഷ് ആയിരിക്കും. ഒരെണ്ണം പോലും നമുക്ക് അതിൽ വേസ്റ്റ് എന്ന് പറഞ്ഞ് കളയാനായിട്ട് ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ആവശ്യമുള്ള ക്വാണ്ടിറ്റി വാങ്ങിച്ചാൽ മതി. ഇത് ഗാർലിക് വാങ്ങിച്ചാണ്. ഞാൻ ഗാർലിക് അവരുടെ അടുത്ത് തന്നെ വാങ്ങിയത്. 2 സാധനമാണെങ്കിലും നമുക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന് കിട്ടും. നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതായത് എനിക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ വണ്ടി എടുക്കണം, അല്ലെങ്കിൽ വണ്ടി വിളിച്ചു പോകണം. അങ്ങനെയൊക്കെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അല്ലെങ്കിൽ കുട്ടികൾ ആരെങ്കിലും പറഞ്ഞയക്കണം. പക്ഷെ ഇതാവുമ്പോൾ അതൊന്നും വേണ്ട. നമ്മുടെ സൗകര്യത്തിന് നമ്മുടെ പറഞ്ഞ ടൈമിൽ ഇപ്പോൾ ഇത് 12 മിനിറ്റ് കൊണ്ടാണ് നമുക്ക് ഇവിടേക്ക് ഡെലിവറി ചെയ്ത് കിട്ടിയത്.
ഇത് നമ്മൾ ഡ്രസ്സ് മാറി ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ തന്നെ ഈ പറഞ്ഞ നേരമാവും. അവിടെ കുട്ടികളെ ഇവിടെ തനിച്ചാക്കണം. ഇതൊന്നും വേണ്ട. നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ മുറ്റത്ത് കിട്ടണ എല്ലാ സാധനവും നമുക്ക് ഇതിൽ കിട്ടും. ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഫ്രൂട്ട്സ് ഒന്നും അധികം ഞാൻ വിചാരിച്ച ഫ്രൂട്ട്സ് ഒന്നും ഇല്ല, എല്ലാം കഴിഞ്ഞു, സോൾഡ് ഔട്ട് ആയി. സമയം കഴിഞ്ഞല്ലോ, ഞാൻ ഇത്തിരി ലേറ്റ് ആയി ഓർഡർ ചെയ്തപ്പോൾ, 1:30 ആയില്ലേ, അതുകൊണ്ടാണ്. പക്ഷെ ഇനി നമുക്ക് പാസ്ത ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാവരും നോക്കണേ. കാരണം അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നമുക്ക് വേഗം ചെയ്ത് കൊടുക്കാം. കുട്ടികൾ ഈ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളെയും വെജിറ്റബിൾ കഴിപ്പിക്കാം. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിപ്പിച്ചാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. ഇൻസ്റ്റാമാർട്ട് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് ഒന്ന് അതിൽ നിന്ന് പർച്ചേസ് ചെയ്ത് നോക്കാം. അപ്പോൾ അറിയാം നിങ്ങൾക്ക് ആ വ്യത്യാസം.